കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എടോ കഴിക്ക്, നമ്മൾ കഴിച്ചാലേ പ്രീതിയുടെ വയറെന്ന് അറിയുള്ളൂ അല്ലേ? പിന്നല്ലാതെ. പ്രീതിക്ക് വേണ്ടിയാ ഞാൻ ഇതിനൊക്കെ നിന്ന് കൊടുക്കുന്നത്. എന്റെ അമ്മോ, നല്ല അസുര ചമ്മന്തിപ്പൊടി ഇവളുണ്ടാക്കിയതാ. എടോ ഒന്ന് കഴിച്ചു നോക്ക്. എടുത്ത് കഴിക്ക് ശാലിനി. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. വല്ല ദുരുദ്ദേശമായിട്ടാണ് ബെഡ്റൂമിലേക്ക് വരുന്നതെങ്കിലേ ഈ ചമ്മന്തിപ്പൊടി പോലെ ഇയാള് വിഷ്ണുപ്പൊടിയാ. നോക്കിക്കോ. ശാലിനി എന്താ വിഷ്ണുട്ടിനെ തന്നെ നോക്കിയിരിക്കുന്നത്? നടക്കട്ടെ നടക്കട്ടെ. അയ്യോ, അയ്യോ ശാലിനി, വെള്ളം കൊടുക്ക്. വെള്ളം. അങ്ങോട്ട് കൊടുക്ക് ശാലിനി. ശാലിനി, തലയ്ക്ക് ചെറുതായി ഒന്ന് തട്ടിക്കൊടുക്ക്. നല്ല രസമുണ്ട്. എന്താ ചമ്മന്തിപ്പൊടി കാര്യം പറഞ്ഞാണേ. രണ്ടാളും എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണം. അതാ എന്റെ സന്തോഷം. എടി പ്രീതി, നീ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഈ സുസ്മിത ജീവനോടെ ഉള്ളപ്പോ അത് നടക്കില്ല. ഇവരുടെ സന്തോഷം ഞാൻ നശിപ്പിക്കും. നോക്കിക്കോ നീ. അല്ല ശാലിനി, എന്താ നീ തിടുക്കത്തിൽ വീട്ടിലേക്ക് പോയത്? അത് പറഞ്ഞില്ലല്ലോ. ശാരികയുടെ വിവാഹ നിശ്ചയം തീരുമാനിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നു. നല്ല കാര്യമാണല്ലോ. എപ്പോഴാ നിശ്ചയ മുഹൂർത്തം? നാളെ രാവിലെ. നാളെയോ? ഓ, അതാണ് പെട്ടെന്ന് തീരുമാനിച്ചതെന്ന് പറഞ്ഞല്ലേ? അതെ. നാളെ ഞാൻ ചെന്നാലേ ആ നിശ്ചയം അവിടെ നടക്കൂ. അപ്പോ രാവിലെ തന്നെ പോണല്ലോ? രാവിലെ തന്നെ പോണം. ആഹാ, വിടേണ്ടയാള് ഗ്രീൻ സിഗ്നൽ തന്നല്ലോ. ഇനി എന്താ പ്രശ്നം? നേരെ അങ്ങ് പോയി ചടങ്ങ് നടത്തിയ പോരെ. നിന്റെ ശാരികേച്ചിയുടെ കല്യാണ നിശ്ചയല്ലേടി? നീ ചെന്നാലേ അത് നടക്കൂ. ശരി, എന്നാൽ അത് നടത്തി കാണിച്ചു തരാം ഞാൻ നാളെ തന്നെ. മോളെ, ആന്റി അന്നൊരു പയ്യന്റെ ഫോട്ടോ കാണിച്ചില്ലേ, ഒരു ഹേമന്തിന്റെ? ആ പയ്യന്റെ വീട്ടുകാരോട് നാളെ ഒന്ന് വരാൻ പറയോ പെണ്ണ് കാണാൻ? നാളെയോ? എന്താ മോളെ ഇത്ര തിരക്കും അത്യാവശ്യവും? അതല്ല ആന്റി, എത്ര നാളാ ഞാനിങ്ങനെ ഇവിടെ. എന്ത് പറഞ്ഞാലും ഞാനിവിടെ ഒരു അധികപ്പറ്റാണെന്ന് എനിക്കറിയാം. അയ്യോ, അധിക പറ്റോ? ആര് പറഞ്ഞു? അങ്ങനെ ആരേലും പെരുമാറിയോ നിന്നോട്? പെരുമാറുന്ന കാര്യമല്ല ആന്റി. വിഷ്ണുവേട്ടൻ എന്നെ വിവാഹം കഴിക്കുമെന്ന് കരുതിയാ ഞാനിവിടെ തങ്ങിയിരുന്നത്. പക്ഷെ ഇപ്പൊ വിഷ്ണുവേട്ടന്റെ വിവാഹം കഴിഞ്ഞു. പിന്നെ ഇനിയും ഞാനിവിടെ കടിച്ചു തൂങ്ങുന്നതിൽ എന്ത് ന്യായം ഉള്ളത്? അത് മോളെ, ഞാൻ ആന്റി പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം.
വിഷ്ണുവേട്ടനേക്കാൾ മിടുക്കനായ ഒരാളെ കൊണ്ട് എന്റെ വിവാഹം നടത്തും. അത് ആന്റിയുടെ ഉത്തരവാദിത്വമാണെന്ന് സമ്മതിച്ചു. പക്ഷേ ആ കാര്യം നമുക്കല്ലേ അറിയൂ. നാട്ടുകാരോടത് പറഞ്ഞു നടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് എന്റെ കല്യാണം അങ്ങ് നടത്തുന്നത് ആന്റി നല്ലത്. ഈ വീട്ടിൽ എന്റെ പ്രശ്നം അതോടെ അവസാനിച്ചോളൂ. അല്ല മോളെ, അത് നമുക്ക് നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട്. ഓ, ഇനി എന്ത് കൂടുതൽ ആലോചിക്കാൻ? ഇപ്പൊ എന്തായാലും കൊള്ളാവുന്നൊരു പയ്യനെ കിട്ടിയില്ലേ. കല്യാണം ഇനി വെച്ച് താമസിപ്പിക്കേണ്ടെന്ന എന്റെ അഭിപ്രായം. ആന്റിക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു പ്രാവശ്യം വിഷ്ണുവേട്ടന്റെ കല്യാണ പെണ്ണായി മണ്ഡപം വരെ ഒരുങ്ങിയെത്തിയവളാ ഞാൻ. അത് മുടങ്ങിപ്പോയതിന്റെ നൊമ്പരം ഇപ്പോഴും ഉണ്ട് മനസ്സിൽ. ഇനിയൊരു കല്യാണം വന്നാ മുടങ്ങാൻ അതൊരു കാരണമായാലോ? നാട്ടുകാരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുന്നത് തന്നെയാ നല്ലതെന്ന് തോന്നുന്നു. മോളെ, നിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നാളെ തന്നെ പെണ്ണ് കാണൽ ചടങ്ങ് നടത്തുന്നതിനെ കുറിച്ച് നിന്റെ വീട്ടുകാരോട് അഭിപ്രായം ചോദിക്കട്ടെ. ഒരു മിനിറ്റ്. ഹലോ. ആ സരളെ, സത്യഭാമയാ? മനസ്സിലായി. എന്താ ഭാമി ഈ രാത്രി സമയത്ത്? അവളവിടെ വല്ല കുഴപ്പമുണ്ടാക്കിയോ? അതെ അതെ, അവളിവിടെ മൊത്തം കുഴപ്പമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അവളെ പിടിച്ച് കെട്ടിച്ചു വിടാൻ തീരുമാനിച്ചിരിക്കുക. ആഹാ, അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ. ഇപ്പോഴെന്താ ഇത്ര പ്രത്യേകിച്ച് പറയാനായിട്ട്? തീരുമാനിച്ചതല്ലേ ഉള്ളൂ, ഉറപ്പിച്ചില്ലല്ലോ. ദേ, ഇപ്പൊ ഞാനതങ്ങ് ഉറപ്പിക്കാൻ പോവാ. അതാ വിളിച്ചു പറഞ്ഞത്. അതൊക്കെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ ഭാമേ. ഇങ്ങോട്ട് വിളിച്ച് പറയാനൊന്നും നിൽക്കണ്ട. ശരി, സന്തോഷം. ദേ, ഇപ്പൊ കൊള്ളാവുന്ന ഒരു ആലോചന വന്നിട്ടുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ബിസിനസ് ഫാമിലിയാ പാലാക്കാര്. സംഗീത് ഗ്രൂപ്പ് എന്ന് പറയും. അതിന്റെ അവകാശി ഒരേ ഒരു പയ്യൻ, പേര് ഹേമന്ത്. അവനെ സുസ്മിതയ്ക്ക് വേണ്ടി ആലോചിക്കുന്നു. വളരെ നല്ല കാര്യം. നിനക്കത് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ ഭാമേ. എനിക്ക് അവളോടുള്ള ഇഷ്ടത്തെക്കാൾ കൂടുതൽ നിനക്കുണ്ടെന്ന് എനിക്ക് അറിയില്ലേ. അവൾക്ക് ദോഷം വരുന്ന ഒരു നീക്കവും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പിന്നെന്താ ഇതിൽ ഇനി സംസാരിക്കാനുള്ളത്? അതെ സാറല്ലേ, വിഷ്ണുവിനേക്കാൾ മിടുക്കനായൊരു ചെറുക്കനെ തന്നെ സുസ്മിതയ്ക്ക് വരനായി വേണമെന്നുള്ളത് എന്റെ ഒരു വാശിയാ. അതിപ്പോ സാധിച്ചു. ചെക്കന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോ പെണ്ണ് കാണൽ ചടങ്ങ് നാളെ തന്നെ നടത്തണമെന്ന സുസ്മിതയുടെ അഭിപ്രായം. അത് കുഴപ്പമില്ലെന്ന് എനിക്കും തോന്നി. സരളയ്ക്കും രാജേട്ടനും എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ ഇങ്ങോട്ട് വരാൻ? അസൗകര്യോ? നീ എപ്പോ വിളിച്ചാലും ഞാൻ റെഡിയാ. പക്ഷേ രാജേട്ടന് ലീവ് തീർന്നു. പകരം എന്റെ സ്വന്തം ഏട്ടൻ വരും. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക്. എന്താ അതുപോലെ? മതി. അങ്ങനെയാണെങ്കിൽ നാളത്തെ കാര്യം സൗകര്യമാണോന്ന് ഞാൻ ചെറുക്കൻ കൂട്ടരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇപ്പൊ ഫോൺ വയ്ക്കേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്ന് ഞാൻ വിളിച്ചു നോക്കട്ടെ. നാളെ തന്നെ ഈ പെണ്ണുകാണൽ വെച്ചത് കല്യാണം കഴിക്കാനുള്ള തിരക്ക് കൊണ്ടല്ല ഭാമാൻറ്റി. ശാലിനി അവളുടെ ചേച്ചിയുടെ കല്യാണ നിശ്ചയത്തിന് പോകാതിരിക്കാനാ. അവൾ ഒരു കാര്യത്തിലും സന്തോഷിക്കാൻ പാടില്ല. സ്വയം കുരുതി കൊടുത്തും ഞാൻ അവളുടെ സന്തോഷം മുടക്കും. അതാണ് ഇനി എന്റെ ജീവിത ലക്ഷ്യം തന്നെ. അത് മാത്രം.
രണ്ടും കൂടി തുള്ളിച്ചാടി അങ്ങ് കയറി ചെല്ല്. കാത്തിരിക്കുന്നുണ്ട് നല്ല കടിയനുറുമ്പ്. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ. ഉറപ്പോ, ഉറപ്പോ. ഇന്ന് രണ്ടിനും കാളരാത്രിയാ. കാളരാത്രി. എന്താ? ബെഡ്ഷീറ്റ് എടുക്കണം. എടുത്തോണ്ട് വേഗം പോ. വെറുതെ ശല്യം ചെയ്യാനായിട്ട്. ശല്യം ചെയ്യുന്നത് ഞാനാണ്, ഇയാളല്ലേ? എന്തേ? ഞാൻ എന്ത് ശല്യം ചെയ്തെന്ന് ഇയാളെ? ഓ, ഒന്നും അറിയാത്ത പോലെ. അതെ, ഇയാൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞ പോരായിരുന്ന. ഞാനിവിടെ എല്ലാത്തിനും റെഡി ആയിട്ടിരിക്കല്ലേ. അല്ല, ഞാൻ ചുമ്മാ വെറുതെ ഇവിടെ ഉറങ്ങിക്കിടക്കുമ്പോ അതെ അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. ഉമ്മ പറ്റിയൊരു മോന്തായം. അടിപൊളി. അപ്പൊ ഉമ്മ വെച്ചെന്ന് ഇയാള് തന്നെ നേരിട്ട് സമ്മതിച്ചല്ലോ. അത് മതി. നിന്ന് കിന്നരിക്കാതെ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഇല്ല, ഒപ്പിച്ച് വെച്ചിട്ട് പഞ്ചപാവായിട്ടങ്ങ് നിൽക്കുക. എന്റെ അമ്മയെ പോലും വിശ്വസിപ്പിച്ചു. അത് ശാരദാമ്മയ്ക്ക് സത്യം മനസ്സിലായതുകൊണ്ടാണ്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഒരാൾക്ക് മാത്രം അവിടെ മനസ്സിലാവാത്തത്. ആരുടെ കുഴപ്പാന്നേ സ്വയം ചിന്തിച്ചാ മതി. ഇത് പറഞ്ഞ പോരാ, ഞാൻ എടുക്കില്ലേ. മനുഷ്യന് എവിടെ ഒരു സൗകര്യമില്ല. ദൈവമേ. പാമ്പുകൾ മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. മനുഷ്യപുത്ര തലയാക്കിയ ഒരു കോപ്പുമില്ല. മൊബൈല് അമ്മേ. കട്ടുറുമ്പിന് കല്യാണം, പൊട്ടുകുത്തണ് ചെമ്മാനം. ഹലോ സർ. എന്താണ് മാഡം? അതെ, ആ കല്യാണമൊക്കെ നാളെ നടത്താം. എനിക്കിപ്പോ ഒന്ന് ഉറങ്ങണമായിരുന്നു. ഇയാളോട് ഉറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഇത്രയും ബഹളത്തിനിടയിൽ ഞാൻ എങ്ങനെ കിടന്ന് ഉറങ്ങുന്നേ? ബഹളമല്ല, പാട്ടാ. നല്ല പൂ പോലെയുള്ള പാട്ട്. തനിക്ക് പാട്ട് കേൾക്കണമെങ്കിലേ ഹെഡ്ഫോൺ വെച്ച് കേക്ക്. മറ്റുള്ളവരുടെ ഉറക്കത്തെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ നിൽക്കാതെ. ഓക്കെ മാഡം, ശരി മാഡം. താങ്ക് യു മാഡം. ഒന്നിനും സമ്മതിക്കില്ല, ഒന്നിനും സമ്മതിക്കില്ല. ഉറുമ്പുകൾ ഇപ്പൊ പണി തുടങ്ങി കാണും.
അയ്യോ, ഇതെവിടുന്നാ? പഞ്ചസാര ഇതെങ്ങനെ ഇവിടെ വന്ന്? ഹലോ മിസ്റ്റർ ഉറുമ്പ്, ആരാണ് നിങ്ങളുടെ നേതാവ്? പാർട്ടി ഓൾ കേരള ഉറുമ്പ് പാർട്ടി മറ്റോ ആണോ? അയ്യോ, ഇവനാണ് നേതാവെന്ന് തോന്നുന്നു. ഹലോ ഉറുമ്പുകളുടെ സൈന്യാധിപ, താങ്കളുടെ സൈന്യത്തെയും കൂട്ടി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടുന്നതാ നല്ലത്. ഇതെന്റെ ശാലിനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാനുള്ള സപ്രമം ചാട്ടില്ല. പറഞ്ഞാലും കേൾക്കുന്നില്ലല്ലോ. ശനിപ്പ എന്താ ചെയ്യ? പൊന്നു മോനെ, ചതിക്കല്ലേ. അങ്ങോട്ടൊന്ന് പോയിട്ട് അപകടം പിടിച്ച സ്ഥലമാണ് അതൊക്കെ. അയ്യോ, എന്റെ അമ്മേ. എന്തായി കാണിക്കുന്നേ? ഞാനല്ല, ഉറുമ്പ്. ഉറുമ്പോ? അവിടെ നോക്കിയേ, വെടി കൊറേ ഉണ്ട്, നോക്ക്. ആരാ ഈ ബെഡിൽ പഞ്ചസാര വിതറിയത്? അറിയില്ല, ഞാനല്ലേ. ഏതായാലും ഓര് പറഞ്ഞു തോന്നല്ല. ഉറുമ്പിന്റെ പാട്ട് കേട്ട് കിടന്നപ്പോഴേ ഞാൻ കരുതിയതാ എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. എന്റെ ശാലിനി ഞാനല്ല. തീരാരെ പിടിച്ചെടുത്ത ഞാൻ തന്നെ, സത്യം ഞാനല്ല. കള്ളം. പഞ്ചസാര വിതറിയതും പോരാഞ്ഞിട്ട് കള്ളം പറയുന്ന. മനുഷ്യനെ സമാധാനമായിട്ട് ഉറങ്ങാൻ അനുവദിക്കില്ലെന്ന് പ്രതിജ്ഞ മറ്റോ എടുത്തിട്ടുണ്ടോ ഇയാള്? ഓ ശരി, വിശ്വാസം വേണ്ട. ഞാൻ പറഞ്ഞ കൂടി പോവും. ഇപ്പൊ തൽക്കാലം ബെഡ് ക്ലീൻ ചെയ്യാം. താൻ മനസ്സിന് നന്ദി. തൽക്കാലേ ഇയാൾ ഒന്നും ചെയ്തു തരണമെന്നില്ല. എന്താണ് എന്നെ കൂടി ഇവിടെ കിടത്തണം. അതിനല്ലേ താൻ ഈ അത്യധ്വാനം മുഴുവൻ ചെയ്തത്. എന്റെ ദൈവമേ. അതെ എന്റെ പൊന്നു ശാലിനി, ഞാൻ അങ്ങനെ ഒന്നും. സൈലൻസ്. ഉറുമ്പേ, താങ്ക്സ് ഇങ്ങനെ ഒരു ടിസ്റ്റ് ഉണ്ടാക്കി തന്നേന്. ഓ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. അയ്യോ, ഒരു നിഷ്കളങ്ക കുമാരൻ വന്നിരിക്കുന്നു. ഇപ്പെന്താ?